അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഫൈനലിൽ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ കിടക്കുന്നത് ഡ്രിഫ്റ്റ് ബോട്ട് ക്യാറ്റ് ഫിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫിൽറ്ററും കാലൊക്കെ ഒന്ന് മാറ്റി നമുക്ക് പുറത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് ആൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അപ്പോൾ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് ബോട്ട് ക്യാറ്റ് ഫിഷ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗൂഞ്ച് ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് അകത്ത് ഏതോ ഒരു വെറൈറ്റി ക്യാറ്റ് ഫിഷിനെ കിട്ടി. അതുപോലെ ഒളിമ്പിയൻ ക്യാറ്റ് ഫിഷ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്യൂമാർക്ക് മിക്സ് ആയതുകൊണ്ട് എനിക്ക് അതൊക്കെ അറിയാൻ പറ്റില്ലായിരുന്നു, കുറച്ച് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മളിങ്ങനെ വെള്ളം കോരിയ സമയത്താണ് നമുക്ക് ഇവനെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇത് ഗൂഞ്ചാണോ എന്ന് സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് ഗൂഞ്ചല്ല, ഡ്രിഫ്റ്റ് ബോട്ട് ക്യാറ്റ് ഫിഷ് ആണ്, അതുപോലെ സ്പാക്കി ക്യാറ്റ് ഫിഷ് ആണ്, ഒളിമ്പിയൻ ക്യാറ്റ് ഫിഷ്, അങ്ങനെ ഒരുപാട് പേരൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ള സംശയമായിരുന്നു. അപ്പം ചാറ്റ്ജിപിറ്റിയും ഗൂഗിളൊക്കെ നമ്മൾ കുറേ സെർച്ചൊക്കെ ചെയ്തു. ഞാൻ അവസരം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറേ ആൾക്കാർ പറഞ്ഞത് ഇത് ബോട്ട് ക്യാറ്റ് ഫിഷ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവന് വേണ്ടുന്നൊരു സെറ്റപ്പ് കാരണം ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് വുഡും കാലൊക്കെ ഉണ്ട്, കുറച്ച് ഐറ്റംസ് കാലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഒരു ചെറിയ ടാങ്കിലേക്ക് ചേരത്തില്ല. പിന്നെ ഇവരെ വേറെ ടാങ്കിൽ കിട്ടി കഴിഞ്ഞാൽ ഇവനെ അതിൽ കിടക്കുന്ന മീനൊക്കെ പറക്കി തിന്നു കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു കല്ലുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഐറ്റമാണ്. പിന്നെ നമ്മുടെ ഗപ്പി ബ്രീഡായ സമയത്ത് അവർക്കൊന്ന് ഹൈഡ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ടാങ്കിലേക്കാണ് ഇപ്പോൾ ഞാൻ പുള്ളിക്കാരനെ കൂടെ ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ നേരത്തെ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെ കൂടെയൊക്കെ കടന്നിയായിരുന്നു. അപ്പോൾ അതിൽ കിടക്കുകയെന്നുണ്ടെങ്കിൽ ആൾക്ക് കുറച്ച് സൈസ് കുറവായതുകൊണ്ട് അവർ ഇതിനെ കഴിക്കുമ്പോൾ എന്നുള്ള സംശയം കൊണ്ടിട്ടും കുറച്ച് വെറൈറ്റി ആയതുകൊണ്ടിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു ടൈപ്പ് വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവനെ വെള്ളത്തിൽ കൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവനെ മാറ്റി നമ്മുടെ ഈ ഒരു ടാങ്കിലേക്ക് ആക്കി. പക്ഷേ ആദ്യം ചെറിയ നമ്മൾ പറ്റി പോയതാണ്, കാരണം നമ്മുടെ ഈ വുഡും കാലൊക്കെ ഞാൻ ഒന്ന് കഴുകിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആലോചിച്ചത് ഇത് വെറുതെ പൊങ്ങി കിടക്കത്തേയുള്ളൂ. പക്ഷേ സീനൊന്നുമില്ല, അത്യാവശ്യം വെള്ളം കയറി കുതിർന്നു കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോയിക്കോളും. അപ്പോൾ പോയിക്ക് ആയിക്കോളും. പിന്നെ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിലാക്കി മരങ്ങൾക്കടിയിലും അല്ലെങ്കിൽ മരച്ചില്ലകളുടെ ഭാഗങ്ങൾ, വെള്ളത്തിൽ കിടക്കുന്ന മരങ്ങളുടെയൊക്കെ ഭാഗങ്ങളിലൊക്കെ പറ്റുപിടിച്ച് ജീവിക്കുന്ന ഒരു ടൈപ്പ് മീനാണ്, ആ ടൈപ്പ് ക്യാറ്റ് ഫിഷാണ്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ കുറച്ച് ഐറ്റംസൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇത് നമ്മുടെ മോൺസ്റ്റർ ടാങ്കാണ്. അപ്പോൾ ഈ മോൺസ്റ്റർ ടാങ്ക് ഞാൻ ഏകദേശം ഇപ്പോൾ വെള്ളമായിട്ടൊരു 11 ദിവസമായിട്ടേ ഉള്ളൂ. 11 ദിവസമായപ്പോൾ തന്നെ നല്ല രീതിയിൽ അടിച്ച് കലക്കി വൃത്തിയിലാക്കി നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷുകൾ. മാത്രമല്ല അവർക്ക് അത്യാവശ്യം സൈസ് ഉള്ളതായത് കൊണ്ടിട്ടും ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ടിട്ടും നമ്മളിവർക്ക് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മീൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള ഫുഡും കയറിലൊക്കെയാണ്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇത് അഴുക്കാവും. പിന്നെ പായൽ വരത്തില്ല, ആൽഗ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, കാരണം നമ്മുടെ മുതുക്ക് സക്കർ ഇത് കിടപ്പുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവന്മാർ കിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ അഴുക്കാവും. പിന്നെ നമ്മുടെ ഈ ടാങ്ക് അത്യാവശ്യം കുറച്ച് വീടിനടുത്തുനിന്ന് ദൂരോട്ടിരിക്കുകയാണ്. വീടിന് തൊട്ടടുത്തുള്ള ടാങ്കല്ല, കുറച്ച് ദൂരത്തുള്ള ടാങ്കാണ്. അപ്പോൾ നമുക്ക് ഈ കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് ഫിൽറ്റർ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വേറെ കുറേ ടാങ്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു ഫിഷ് ഫാം പോലെ സെറ്റാക്കാനുള്ള പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ കറണ്ടും കാലം കൊണ്ടുവന്ന് സെറ്റാക്കും. പക്ഷേ അതിന് കുറച്ചുകൂടെ സമയം കൂടി വേണം. ഒരു 1-2 വീക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ആ ഒരു പരിപാടിയൊക്കെ സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഒന്ന് റെഡി ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു ടാങ്ക് ഞാൻ മെയിനായിട്ടും കൊണ്ടുവന്നത് നമ്മുടെ അലിഗേറ്ററിനായിരുന്നു. നമ്മുടെ ഇപ്പോൾ പുതിയ 2 അലിഗേറ്റർ ഉണ്ട്. അവർ നല്ല രീതിയിൽ സൈസൊക്കെ വെച്ചിങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ പഴയ അലിഗേറ്റർ നമ്മൾ ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലും അതിനെപ്പറ്റി പറഞ്ഞ് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ടാങ്ക് ഇതിനകത്ത് ഇപ്പോൾ സാധാരണ കിടക്കുന്നത് നമ്മുടെ 2 മീൻ മാത്രമാണ്. 2 കാറ്റഗറി മീനാണ്. ഒന്ന് നമ്മുടെ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷും അതുപോലെ ഒരെണ്ണം നമ്മുടെ ബ്ലാക്ക് ഷാർക്കുമാണ് കേട്ടോ. അപ്പോൾ ഈ 2 മീനാണ് ഇതിനകത്തുള്ളത്. ഏകദേശം അത്യാവശ്യം ഒരു 10-30ഓളം നല്ല അത്യാവശ്യം സൈസുള്ള മീനും സൈസ് കുറവുള്ള മീനും ഒക്കെ കിടപ്പുണ്ട്. മോൺസ്റ്റർ ഐറ്റം മാത്രമേ ഞാനത് ഇടാറുള്ളായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഇപ്രാവശ്യം കുറച്ച് കുറവുള്ളത് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും അതുപോലെ നമ്മുടെ ചെറിയ മുഷിയുള്ള ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആൽബിന ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൽബിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഡെഡായിട്ടുണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് അതുപോലെ നമ്മുടെ സൈസ് കുറഞ്ഞ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ഇവരൊക്കെയാണ് ഈ ഒരു ടൈം കിടക്കുന്നത്. നമ്മുടെ ഗൂഞ്ചല്ല, വുഡൻ ക്യാറ്റ് ഫിഷ്, വുഡ് ക്യാറ്റ് ഫിഷ്, ഓക്കെ, പേര് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കടന്നായിരുന്നു. ഇത് കടന്നു കഴിഞ്ഞാൽ ഇവന്മാർ പിടിച്ച് തിന്നുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാറ്റിയത്. പിന്നെ എന്തായാലും കഴിക്കത്തില്ലെന്ന് തോന്നുന്നു, കാരണം ഒരുപാട് നാൾ അവർ വലിയ മുഷയുടെ കൂടെ കളഞ്ഞിട്ടുള്ളതായിരുന്നു, അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു സംശയം കൊണ്ടിട്ട് ഞാൻ മാറ്റിയതാണ്. മാത്രമല്ല ഈ ടൈപ്പ് ക്യാറ്റ് ഫിഷിനെ വേറെ എവിടെ കണ്ടിട്ടുമില്ല, വുഡ് ക്യാറ്റ് ഫിഷിനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പോകണ്ടെന്ന് കരുതിയിട്ടാണ് അവരെ സേഫായിട്ട് നമ്മൾ വേറെ ഒന്ന് മാറ്റിയിട്ടിരിക്കുന്നത്. ഈ വെള്ളം അടുക്കായിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെള്ളം മാറി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഏകദേശം നമ്മൾ കുറച്ചൊരു 10-15 ഇല്ലെങ്കിൽ 20 ബക്കറ്റ് നമ്മൾ കോരി കളഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അങ്ങ് തീർന്നോളും. പക്ഷേ നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് അങ്ങനെയല്ല. ഏകദേശം ഒരു 4000 സംതിങ് വെള്ളം കൊള്ളുന്നതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പതിയെ മാറ്റി കൊന്ന് ക്ലിയർ ആക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അലിഗേറ്റർ കിടപ്പുണ്ട്. അപ്പോൾ അലിഗേറ്റർ ടാങ്ക് കുറച്ചൊന്ന് മോശമായിട്ടുണ്ട്. വെള്ളം മാറേണ്ട ആവശ്യമില്ല. കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഫിൽറ്റർ ഓഫായി കിടന്നിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു പൈപ്പിനകത്തുനിന്ന് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ ട്യൂബ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറൊക്കെ ഒക്കെ ആയിക്കോളും, വിഷയമൊന്നുമില്ല. ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ പിന്നെ ഏകദേശം നമുക്ക് ഒന്നെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ഏകദേശം കുറച്ച് വെള്ളം ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്താൽ മതി. ഒരു 70% അല്ലെങ്കിൽ 60-70% വെള്ളം മാറിയിട്ട് അടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർ നല്ല
ഓക്കെയാണ്, സീനാണ്. ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കും. അതുപോലെ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഗ്രോത്തിൻ്റെ ആ ഒരു ടൈമാണ്. നമ്മുടെ ചെറിയ പ്രായം കഴിഞ്ഞ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഇനി അവർക്ക് പെട്ടെന്ന് ഗ്രോത്ത് വെച്ച് പോകും എന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ നേരത്തെ ഇരുന്ന നമ്മുടെ അലിഗേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയായിരുന്നു. ചെറിയ സൈസിൽ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കുറച്ചും കൂടെ പെട്ടെന്ന് പോയിക്കോളും. ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു 10-15 ദിവസം മുമ്പുള്ള വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ട് സൈസ് കുറവാണ്. ഇനി ഇവർ പെട്ടെന്ന് ഗ്രോത്ത് വെച്ച് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. കുറേ കളക്ഷൻസൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറേ കൂടെ കളക്ഷൻ നമ്മുടെ കയ്യിൽ ആഡ് ചെയ്ത് സെറ്റൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്.